ഹലോ ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് നോമ്പ് കുറിക്കാനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു വലിയ 2 ഉള്ളി എടുത്തിട്ട് സ്ലൈസ് ആയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചുകൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച ഒരു പേസ്റ്റും കൂടി ചേർത്തിട്ട് ഈ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചുകൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഈ ഒരു മഞ്ഞളിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബീഫിലാണ് തയ്യാറാക്കുന്നത്. ബീഫ് ഒന്ന് വേവിച്ചതിന് ശേഷം ഒരു ഗ്രൈൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണെന്ന് നോക്കണേ. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ആ ഒരു മസാല ഒക്കെ ബീഫിന് നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ടാണ്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മാവിനായിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ 1 കപ്പ് പാലും കൂടി ചേർത്തിട്ടുണ്ട്. മൈദ എത്രയാണോ എടുക്കുന്നത് ആ ഒരു സെയിം അളവിൽ വേണം പാലെടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഒരു മുട്ടയാണ്. ആ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരുന്നത്. സെയിം പാനിൽ തന്നെ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം നമ്മുടെ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു മസാല എല്ലാ രീതിയിൽ എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പുഴുങ്ങിയ മുട്ട ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കാണാനുള്ള ഭംഗിയാണ്. പിന്നെ കഴിക്കാനാണെങ്കിൽ ഈ മുട്ടയും ബീഫൊക്കെ കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനാണ്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഈ 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ചെറിയൊരു തീയിൽ വേണം വെക്കാനായിട്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കിട്ടും കേട്ടോ. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ടാക്കിയിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയായ ഈ ഒരു പോള നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു മുട്ട വെക്കുന്ന സമയം കാണാനുള്ള നല്ല ഭംഗിയാണ്.